ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഹാപ്പി ദിവാലി. അപ്പോൾ നമുക്ക് ദീപാവലിയാണ് ഇന്ന്. അപ്പോൾ ദീപാവലിയെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു മെമ്മറീസും ഷെയർ ചെയ്യാനും, പിന്നെ ദീപാവലി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തായിരിക്കും. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കാൻ, പിന്നെ ക്രാക്കേഴ്സ് മേടിച്ച് ബ്ലാസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം നമുക്ക് ഈ ഒരു 3 ദിവസമാണ് നമുക്ക് എപ്പോഴും ദീപാവലി എന്ന് വെച്ച് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്തായിരിക്കും. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക പടക്കം പൊട്ടിക്കുക, വിളക്ക് കത്തിക്കുക, ഫുൾ ഓഫ് ലൈറ്റ് ആയിരിക്കും. ദീപാവലി മൊത്തം ലൈറ്റ്, അത് വെളിച്ചം കൊണ്ട് ഇങ്ങനെ ഫുള്ളി കവർ ചെയ്തിരിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ കേരളത്തില് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്ക് ഒറ്റ ദിവസമാണ് ദീപാവലി, അതിപ്പോ ഇന്നാണ് ദീപാവലി. പക്ഷെ വടക്കേ ഇന്ത്യയിൽ കേരളത്തിന് പുറത്തൊക്കെയാണ് ഈ 3 ദിവസമൊക്കെ അതിമനോഹരമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന സമയത്തും ഇഷ്ടംപോലെ ആൾക്കാർ ദീപാവലി ആഘോഷിക്കാറുണ്ട്, വിളക്ക് കത്തിക്കാറുണ്ട്, പടക്കം പൊട്ടിക്കാറുണ്ട്. തുറിതുറിയ 3 ദിവസമായിട്ട് നമുക്ക് ഒരു ഏരിയയിൽ നമുക്ക് സ്റ്റേ ചെയ്യാനേ പറ്റത്തില്ല. കാരണം വെച്ചാൽ അത്രത്തോളം അവർ ബേസ്റ്റ് ചെയ്യാൻ. ഞങ്ങളും ചെറുപ്പത്തിലെ പടക്കം പൊട്ടിച്ചിട്ടുണ്ട്, ഇല്ലാന്നില്ല. ചെറുപ്പത്തിലെ ക്രാക്കേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നല്ല ഹാപ്പിനെസ് ആണ്. പിന്നെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രധാനം. അപ്പൊ നമ്മളിങ്ങനെ ചുറ്റും 3 ദിവസം ഞങ്ങൾ കത്തിക്കുന്നു, വിളക്കെല്ലാം കത്തിച്ച് വെക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഒരു ദീപാവലിക്ക് ഒരു വെളിച്ചം നൽകിയ പോലെ ആ ഒരു ഏരിയ സറൗണ്ടിങ്സ് മൊത്തം നല്ലൊരു വെളിച്ചം പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ഒക്കെ ഡെക്കറേറ്റ്, ഓരോരുത്തർ ലൈറ്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ശരിക്കും ദീപാവലി വെച്ചാൽ കേരളത്തിലല്ല കൂടുതലായിട്ട് ആഘോഷിക്കുക. കേരളത്തിൽ എന്താണെന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ കൂടുതലും നമ്മൾ നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് ദീപാവലി കൂടുതലായിട്ട് ആഘോഷിക്കുക. ദീപാവലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താ പടക്കം പൊട്ടിക്കുക, മെയിനായിട്ട് നമ്മൾ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ദീപാവലിക്ക് ഒരു സ്പെഷ്യൽ സ്വീറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക, ഓരോരുത്തർ നല്ല സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി അത് നമുക്ക് ഷെയർ ചെയ്യുക. അത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദീപാവലി. എടുത്ത് പറയാനായിട്ട് ഉള്ളത് നമുക്കുണ്ട്. നമ്മൾ അവരെ കുളിച്ച് അമ്പലത്തിൽ പോവാം, പിന്നെ വന്നിട്ട് ശരിക്കും കളർഫുൾ ആയിട്ട് തോന്നുന്നത് നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ ശരിക്കും കളർഫുൾ ആണെങ്കിൽ രാത്രി നൈറ്റ് ടൈമിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ ടെറസിന്റെ മണ്ടയ്ക്ക് പോയിട്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ ഇത് കത്തിക്കുമല്ലോ, എന്താ മറ്റേ ഇത് കത്തിക്കുമ്പോഴത്തേക്കും പൂത്തിരി ആട്ടെ മറ്റേ ലൈറ്റ്സ് ആട്ടെ ഒക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ സൗണ്ട് വരുമ്പോൾ കേക്ക് കാണാൻ തന്നെ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ. കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ദീപാവലിയെ പറ്റി പറയുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നല്ലൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും കാണാനും, അതുപോലെ ക്രാക്കേഴ്സ് ബ്രേക്ക് ചെയ്യാനും അതുപോലെയൊക്കെ കാണാനായിട്ട്. ലൈറ്റ് മൊത്തം ലൈറ്റ് ആയിരിക്കും. നമുക്കത് അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ല, വേറെ എങ്ങും ഇല്ല. നമ്മൾ അത്രത്തോളം എൻജോയ് ചെയ്താൽ നമ്മൾ ആ 3 ദിവസം നമ്മൾ ആഘോഷിക്കും. ഫുൾ രാത്രി ആകുമ്പോഴത്തേക്കും എല്ലാവരും 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പടക്കം പൊട്ടിക്കുക, നല്ലൊരു ഫീലാണ്, നമുക്കൊരു വൈബാണ് അത്. ആ വൈബ് നമുക്ക് കേരളത്തിൽ അങ്ങനെ ഇല്ല. കാരണം വെച്ചാൽ കേരളത്തിലെ പിള്ളേരുള്ളത് കൊണ്ട് മാത്രമാണ് കൂടുതലും സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ലൈറ്റ് കത്തിക്കുന്നുണ്ടാവും. പിന്നെ സ്വീറ്റ്സ് ആയിട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ വന്നിട്ട് നമ്മള് പടക്കം പൊട്ടിക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതങ്ങനെയല്ല. അവിടെയാണെങ്കിൽ കുട്ടികള്, മുതിർന്നവര്, അങ്ങനെ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും തന്നെ പടക്കം പൊട്ടിച്ച് നല്ലതുപോലെ 3 ദിവസം ആഘോഷിക്കുന്നതാണ്. അപ്പൊ നാളെയാണ് നമുക്ക് ഒന്നാമത്തെ ദീപാവലിയാണ് നമ്മുടെ തോന്നുന്നു, ഒന്നാമത്തെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ വന്നിട്ട് നമുക്ക് അമാവാസി ദീപാവലിയാണ് വരുന്നത്. അല്ല, എന്റെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ അത് കാർത്തിക അമാവാസി എന്നാണ് അതിന് പറയാ. നമ്മുടെ നരകാസുരനെ കൊന്ന ഒരു ദിവസമാണല്ലോ. അപ്പോ ആ ഒരു ഇതായിട്ടാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് എല്ലാ 3 ദിവസവും പ്രത്യേകത എന്ന് അറിഞ്ഞതാണ് അല്ലെ. നമുക്ക് നല്ല സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് 3 ദിവസം അവധി കിട്ടും. അവരൊക്കെ ആണെങ്കിൽ അവധി, ഇവിടെ ഒറ്റ ദിവസമേ ഉള്ളൂ. പക്ഷെ അവർ 3 ദിവസമൊക്കെ അവധിയാണ് ദീപാവലിക്ക്. ശരിക്കും നമുക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. എൻ്റെ ചെറുപ്പത്തിലേക്ക് ആണെങ്കിൽ ഇങ്ങനെ കിട്ടുമ്പോൾ വൈകുന്നേരം ഞാൻ ക്രാക്കേഴ്സ് മേടിച്ച് പൊട്ടിക്കുന്നത്. ഇപ്പൊ ദീപാവലിക്കൊക്കെ നമുക്ക് എന്താന്ന് വെച്ചാല് നമുക്ക് ചിട്ടിയൊക്കെ ചേരാൻ പറ്റും. അപ്പോഴത്തേക്ക് നമുക്ക് അവരൊരു പെട്ടി നിറച്ചും പൊട്ടിക്കാനുള്ള പടക്കങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു മെമ്മറി, പഴയ കാലത്തിലോട്ട് നമ്മൾ വീണ്ടും പോവും. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ദീപാവലി കാണുമ്പോഴത്തേക്കും നമ്മള് പഴയ കാലത്തോട്ട് പോകുന്നതും പഴയ അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും മെമ്മറൈസ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ നല്ല ഓർമ്മ വരുന്നുണ്ട് അവരെന്തൊക്കെയാണ് എന്നുള്ളത്. കാരണം വെച്ചാൽ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നല്ല ഒരു എൻജോയ്മെന്റ് ആണ് ശരിക്കും ആ ഒരു 3 days എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ടുമാറോ മാത്രമേ ഉള്ളൂ ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷെ 3 days അതിഗംഭീരമായിട്ട് ആഘോഷിക്കും. അത് വളരെ പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അത്രത്തോളം വലിയൊരു സംഭവമാണ് ദീപാവലി. നമുക്ക് പെട്ടെന്ന് ദീപാവലി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ലൈറ്റ് ആണ് ഓർമ്മ വരുന്നത്. മൊത്തം ലൈറ്റ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ആ ഒരു ഡേ വീട് ഫുള്ള് ലൈറ്റ് കൊണ്ട് നമ്മൾ അലങ്കരിച്ച് വിളക്ക് കത്തിച്ചിട്ട്
എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗിയും ഷോയും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ദീപാവലിയായിട്ട് തോന്നുന്നത്. ലോട്ട് ഓഫ് ലൈറ്റ്സ് ഒക്കെയാണ് നമുക്ക്. സോ അപ്പോൾ ഇതൊരു കുഞ്ഞൊരു ടോപ്പിക്കാണ്. ദീപാവലി ആയതുകൊണ്ട് തന്നെ ഇന്ന് പറയുന്നുണ്ടാണ്. പിന്നെ ഞാൻ എടുക്കുന്ന എല്ലാവർക്കും എന്താ പറയുക, എന്നോട് ഈ ചാനലിൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. അപ്പോൾ ഞാനിത് സ്നേഹത്തോടെ പറയുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഞാൻ അതുപോലെ തന്നെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ദീപാവലിക്ക് വരുന്ന ഒരു വെളിച്ചം പോലെ നിങ്ങളുടെയൊക്കെ ജീവിതം വെളിച്ചമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞൊരു വീഡിയോ ആണിത്. ദീപാവലിയെ പറ്റിയിട്ട് എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ, സീ യു.